സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വോട്ട് വാങ്ങാവുന്നതാണ് ഇതിനുള്ള. നിങ്ങൾ ആലോചിക്കണം, അവരാദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല തീരുമാനിച്ചു. എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്, അത്തരം പ്രീണന നയങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്നവരല്ല കേരള ജനത എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് BJPയുടെ ഏറ്റവും വലിയ ആശയപരമായ പാപ്പരത്വം തുറന്നു കാണിക്കുന്ന ഒരു വിധി കൂടിയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പ് ഇനി ബൈ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിൽ, നിയമസഭാ ബൈ ഇലക്ഷൻ. ഈ ലാസ്റ്റ് ബൈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വളരെ കൃത്യമാണ്, ജനങ്ങളുടെ മനസ്സ് ക്ലിയറായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്. CPM എന്ത് മലക്കം മറിഞ്ഞാലും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല കേരളത്തിൽ. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ. അവരുടെ കോട്ടകൊത്തലങ്ങളിൽ പോലും അവർക്ക് വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനർത്ഥം ഈ സർക്കാർ അവരുടെ പാർട്ടി അണികളെ പോലും തൃപ്തിപ്പെടുത്തുന്ന സർക്കാർ അല്ല എന്ന് ഞങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2026 കൃത്യമായ ചൂണ്ടുവലകയാണ് എന്നുള്ളതിന് സംശയമില്ല. അതിനകത്ത് പിണറായി ഭൂരിപക്ഷം നിയമസഭയിലുള്ളതുകൊണ്ട് തുടരാം, പക്ഷേ ജനങ്ങളുടെ ലാസ്റ്റ് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ല, അതും കൂടെ കൂട്ടിയാൽ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ വോട്ടിന്റെ പ്രതിഫലം എത്ര കൂടുതലാക്കാൻ പറ്റും. അപ്പോൾ അതും വ്യക്തമാക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ രോഷം ഉണ്ടെന്ന് തന്നെയാണ്.